നമ്മുടെ വീടിന്റെ മുറ്റം റോസാപ്പൂക്കൾ കൊണ്ട് നിറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ്. നമ്മുടെ കണ്ണുകൾക്കും മനസ്സിനൊക്കെ ഉണ്ടാകുന്ന സന്തോഷം ഓരോ പ്ലാൻ ലവേഴ്സിനും അത് പറഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ 2 വീഡിയോസിൽ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് റോസ് പ്ലാന്റ്സിൽ ചെയ്യേണ്ട പ്രൂണിനെ കുറിച്ചിട്ടും ഫെർട്ടിലൈസേഷൻ അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് എന്നിവയെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രൂണിങ് എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 45 ദിവസത്തോളമായ പ്ലാന്റ്സിന്റെ ഒരു സ്റ്റാറ്റസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ കാണുന്നത്. ഒരുപാട് നല്ല ഹെൽത്തി ബ്രാഞ്ചസും അതുപോലെ തന്നെ നിറയെ ബഡ്സും ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ പ്ലാന്റ് നിൽക്കുന്നത്. നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ അറിയാം, ഇതിൻ്റെ ലീവ്സൊക്കെ ഒരു തരത്തിലുള്ള കീടങ്ങളുടെ ആക്രമണങ്ങളും തന്നെ ഇല്ല. ഫ്ലവേഴ്സൊക്കെ നല്ല വലുപ്പമായിട്ടുണ്ട്, ബഡ്സും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ റോസ് പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടും ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ആകെ ചെയ്യേണ്ടത് കൃത്യമായ ഇന്റർവെല്ലിൽ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഷനും ഒക്കെ കൊടുത്താൽ മാത്രം മതി. ഇനി കൂടുതൽ ഗാർഡനിങ് വിശേഷവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ പ്ലീസ് കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. ഓക്കെ, ബൈ.